നമ്മൾ ഏതെങ്കിലും തരത്തിൽ മാനേജ്മെന്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? മാനേജ്മെന്റ് വിദ്യാർത്ഥികളിൽ ആരെങ്കിലുമായി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു വിചിത്രമായ അവസ്ഥയാണ്. ഇതിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളല്ല, വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായാണ് ഇപ്പോൾ സമരമുഖത്ത് ഇറങ്ങിയിരിക്കുന്നത്. സംഘടനകൾ ഈ സമരത്തോട് എന്ത് നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹർഷൻ എടുത്തു പറയേണ്ടത് ഈ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ഈ സമരത്തെ നയിക്കുന്നു എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഈ ഘട്ടത്തിൽ വരെ ഒരു വിദ്യാർത്ഥികളോടും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും ഒരാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില വ്യക്തികളോടോ സംസാരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. വിദ്യാർത്ഥികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം വിവിധ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ എല്ലാവരും ഒരുമിച്ച് ഒരു സമരത്തിലേക്ക് പോയിരിക്കുന്നു. വിദ്യാർത്ഥി സമരം ശക്തമായ ഒരു സമരം, അതിശക്തമായ മഴയുണ്ട്. പക്ഷേ ആ മഴയുടെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥി സമരം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാനേജ്മെന്റിന് ഒരാൾ പോലും സംസാരിക്കാൻ തയ്യാറായില്ല ഈ ഘട്ടത്തിൽ. അവർ അക്കൗണ്ടബിലിറ്റി എടുക്കുന്നില്ല. മാത്രമല്ല കോമ്പൻസേഷൻ ആണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത്. ചെയ്യുന്നില്ല ഇതുവരെ. മാനേജ്മെന്റ് നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് റെഡി ആയിട്ടില്ല. എന്താ പറയുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന്? എന്താ ഇന്നലെ രാത്രി നമ്മൾ പ്രതിഷേധം ഉയർത്തിച്ചപ്പോൾ അഞ്ച് കാര്യങ്ങൾ അവർ ലിസ്റ്റ് ചെയ്ത് തന്നു. ഡിസിപ്ലിനറി ആക്ഷൻ നമുക്കെതിരെയായിട്ട് എടുക്കരുതെന്നുള്ള കാര്യം പോലും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനെതിരെയാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം. നിങ്ങൾ എല്ലാവരും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ്. ഞാൻ സിവിൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്റെ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളും ഉണ്ടല്ലേ? അത് തന്നെയാണ് ഹർഷൻ. എന്തായാലും വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ മാനേജ്മെന്റ് ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. അതിന്റെ ഒരു അമർഷം, കടുത്ത അമർഷം വിദ്യാർത്ഥികൾക്കുണ്ട്. അവര് ആരും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളൊരു രീതി തന്നെയാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. വിദ്യാർത്ഥികൾ പറയുന്നത് ന്യായമായ കാര്യമാണ്. കാരണം ഒരാൾ മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള അനുകൂല നടപടികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരെ ആശ്വാസം നൽകുന്ന എന്തെങ്കിലും ഒരു നടപടികളിലേക്കോ മാനേജ്മെന്റ് പോയിട്ടില്ല. മാത്രമല്ല ധാർഷ്ട്യത്തോടുകൂടി വിദ്യാർത്ഥികളോട് പെരുമാറുന്നു. നിങ്ങൾ എത്ര വേണമെങ്കിലും സമരം ചെയ്തോളൂ, പക്ഷേ ഞങ്ങളുടെ രീതി ഇതാണ്, ആ രീതിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് മാനേജ്മെന്റ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ വിദ്യാർത്ഥി സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികളുടെ ന്യായമായ സമരമാണ്, ന്യായമായ ആവശ്യമാണ്. ഈ ആവശ്യം മാനേജ്മെന്റ് കൈക്കൊള്ളേണ്ടതാണ്. പക്ഷേ ഇതുവരെയും മാനേജ്മെന്റിലെ ഒരാൾ പോലും വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോടല്ല, ഈ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികൾക്കുണ്ട്. ഈ കോരിച്ചൊരിയുന്ന മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ കുട്ടികൾ സമരവുമായി ഇറങ്ങിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും മാനേജ്മെന്റിന് ഈ ഒരു മരണത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായി വരും. അതിലൊരു മറുപടി പറയേണ്ടതായി വരും. ഈ മരണത്തിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ നാടിനെ വിശ്വസിച്ച് വിദ്യാഭ്യാസത്തിനായി വന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെയും ആരും തന്നെ ആ ഒരു മരണത്തിന് കാരണമെന്താണ്, ആ മരണത്തിന് കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഹർഷൻ, റൈറ്റ്. മിർച്ചി മാർപ്പുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. അന്വേഷണം നടക്കുന്ന സമയം പ്രിൻസിപ്പാളും ഡീനും ചുമതലയിൽ നിന്ന് മാറി നിൽക്കണം. സമരം ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് എഴുതി നൽകണം. അടിയന്തര രക്ഷാകർതൃ യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങളിൽ കൂടി തീരുമാനമായതിനു ശേഷമേ സമരം പിൻവലിക്കൂ എന്നുള്ള തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ. മിർച്ചി മാർപ്പുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഈ സമരം ചെയ്തവർക്കെതിരെ, ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ വിദ്യാർത്ഥികൾ സമരമുഖത്തേക്ക് ഇറങ്ങിയതാണ്. ആദ്യം പോലീസ് സ്റ്റേഷനിലുമൊക്കെ അവർ നേരിട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം അറിയിച്ചാണ് ഈ മരണത്തിന് കാരണം എന്ത് എന്ന് പുറം ലോകത്തെ അവർ അറിയിച്ചത്. അതിൻ്റെ ഭാഗമായി പ്രതികാര നടപടികളിലേക്ക് MA കോളേജ് മാനേജ്മെൻറ്റ് കടക്കരുത് എന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം. അക്കാര്യം എഴുതി തന്നെ നൽകണം എന്നുള്ളത് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, കോളേജുകളിൽ പലതരത്തിലും ഉള്ള പ്രതികാര നടപടികളുടെ സാധ്യത ബാക്കിയുള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അത് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് കൃത്യമായി അവർ ആ ആവശ്യം ഉന്നയിക്കുന്നത്. രക്ഷാകർതൃ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നുള്ള ആവശ്യം അവരുന്നയിക്കുന്നു. സമരം ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാവില്ലെന്ന് എഴുതി നൽകണം. അന്വേഷണം നടക്കുന്ന സമയം പ്രിൻസിപ്പാളും ഡീനും ചുമതലയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആവശ്യങ്ങൾ കൂടിയാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ട് ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. അരുണാചൽ സ്വദേശിയായിരുന്നു മിർച്ചി മാർപ്പുവിൻ്റെ മരണത്തിൽ ആണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. അതേസമയം ഇന്നലെ എക്സാം ഫീസ് 6000-ൽ നിന്ന് 1000 ആക്കി കുറയ്ക്കുകയും KTU നിർദ്ദേശപ്രകാരമുള്ള മിനിമം ക്രെഡിറ്റ് സിസ്റ്റം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും കുറഞ്ഞ ക്രെഡിറ്റിൻ്റെ പുറത്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്ന കുട്ടികൾക്ക് 5ാം സെമസ്റ്ററിലേക്ക്
രജിസ്റ്റർ ചെയ്യാൻ അവസരം നൽകുമെന്നുമൊക്കെ കോളേജ് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ തീരുമാനങ്ങളൊക്കെ യഥാസമയം മാനേജ്മെന്റ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഇത്രയും തീരുമാനങ്ങൾ എടുക്കാൻ 1.5 മാസം മുമ്പേ എടുക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. ഇപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ ഈ മരണത്തിന് ശേഷം പ്രഖ്യാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അനിശ്ചിതകാല പഠിപ്പ് മുടക്കിനാണ് വിദ്യാർത്ഥികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശക്തമായ സമരരംഗത്താണ് അവിടെ. ഇതിനിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾ സമരമുഖത്തുള്ളപ്പോൾ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിൽ പ്രിൻസിപ്പൽ കാറുമായി തലകം വിലകം പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത് പ്രശ്നമായിരുന്നു. ഇന്നും ഇപ്പോൾ പ്രിൻസിപ്പൽ കാറുമായി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ കൂടുതൽ അഗ്രസീവായ സമര രംഗത്തേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായത്. ഇയർ ബാക്കായ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ നേടുന്നതുവരെ സമരം തുടരും എന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഈ